ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ മണിക്കൂറുകൾക്കുള്ളിൽ വധിക്കുമെന്ന് അമേരിക്കയും ഇസ്രായേലും വീമ്പ് പറഞ്ഞിട്ട് ആഴ്ച ഒന്ന് പിന്നിട്ടു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഖമേനിയുടെ ചിരി കേട്ടാണ് അമേരിക്കയും ഇസ്രായേലും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണർന്നത്. ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതൊരിക്കലും സംഭവിക്കില്ല. രാജ്യത്തിനെതിരായ ഏത് തരം കടന്നുകയറ്റത്തിനും ആക്രമണങ്ങൾക്കും വലിയ തോതിൽ തിരിച്ചടി നൽകുമെന്നും ഇറാൻ പരമോന്നത നേതാവ് ഖമേനി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തലിന് ശേഷം ആദ്യമായി ദേശീയ ടെലിവിഷനിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഖമേനിയുടെ പ്രഖ്യാപനം വന്നത്. ഇറാൻ കീഴടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ പ്രസ്താവന US പ്രസിഡന്റിന്റെ വായിൽ നിന്ന് പുറത്തു വരേണ്ട കാര്യമല്ല. ഇപ്പോൾ അവർക്ക് ആണവ നിരായുധീകരണത്തിലോ ആണവ വ്യവസായത്തിലോ അല്ല നോട്ടം. ഇറാന്റെ കീഴടങ്ങലിലാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. ഇറാൻ ഒരിക്കലും US മുന്നിൽ കീഴടങ്ങില്ല. അതൊരിക്കലും സംഭവിക്കാനും പോകുന്നില്ല. ഇറാൻ സൈന്യം അമേരിക്കയുടെ മുഖത്ത് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. മേഖലയിലെ പ്രധാന US താവളങ്ങളിൽ ഒന്നായ അൽ ഉദൈദ് വ്യോമതാവളത്തെ അവർ ആക്രമിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തതായും ഖമേനി ആരോപിക്കുന്നു. മേഖലയിലെ പ്രധാന US കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ സൈന്യത്തിന് ഇപ്പോഴും പ്രവേശനമുണ്ടെന്ന് പറഞ്ഞ ഖമേനി തങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുമ്പോഴെല്ലാം ആ ഇടങ്ങളിൽ നടപടിയെടുക്കാൻ കഴിയുമെന്നും വ്യക്തമാക്കുന്നു. ഭാവിയിലും അത്തരമൊരു നടപടി ആവർത്തിക്കപ്പെടാം. എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ശത്രു തീർച്ചയായും കനത്ത വില നൽകേണ്ടി വരുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകുന്നു. ഇക്കണ്ട കോലാഹലങ്ങളും അവകാശവാദങ്ങളും എല്ലാം ഉയർത്തിയ സയനിസ്റ്റ് ഭരണകൂടം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പകരത്തിൽ ഏതാണ്ട് തകർന്നു കഴിഞ്ഞു. വഞ്ചകരായ സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരായ വിജയത്തിന് ഇറാൻ ജനതയ്ക്കും സൈന്യത്തിനും അഭിനന്ദനങ്ങൾ പറയുകയാണിപ്പോൾ. US ഭരണകൂടത്തിനെതിരെ ഇറാൻ നേടിയ വിജയത്തിനും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇനിയും യുദ്ധത്തിൽ നേരിട്ട് പ്രവേശിച്ചില്ല എങ്കിൽ സയനിസ്റ്റ് ഭരണകൂടം പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്ന് കരുതിയാണ് ഒടുവിൽ ഗത്യന്തരമില്ലാതെ US യുദ്ധത്തിൽ പ്രവേശിച്ചത്. ആ ഭരണകൂടത്തെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അവർ യുദ്ധത്തിൽ പ്രവേശിച്ചെങ്കിലും ഒന്നും നേടാനായില്ല എന്നും ഖമേനി വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെ ഇറാനെ നോവിക്കാൻ സാധിച്ചില്ലെന്ന് കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. US വ്യോമാക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പ്രാഥമിക US ഇന്റലിജൻസ് വിലയിരുത്തലും പുറത്തു വന്നു കഴിഞ്ഞു. ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെയാണ് US ഇന്റലിജൻസിന്റെ വിലയിരുത്തലെന്നും കാണാം. ആണവ പദ്ധതികളെക്കുറിച്ച് മാസത്തേക്ക് വൈകിപ്പിക്കാൻ മാത്രമേ US-ന്റെ വ്യോമാക്രമണത്തിന് സാധിച്ചിട്ടുള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഇറാനെ ഇസ്രായേൽ ഇനി ഒരിക്കലും ആക്രമിക്കില്ല എന്ന ട്രംപും പറഞ്ഞതോടെ അന്തിമ വിജയം ഇറാന് തന്നെയാണ്.